നല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. അല്ല ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങി. ഇറങ്ങല്ലേ. കൂടുതൽ എന്താ പാമ്പാ? തബല. തവളയാ? തവളയല്ല, തബല. ഇതൊന്ന് പിടിച്ചേ. അതൊക്കെ അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ആരടാ ഇയാള്? ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിക്ക് ആദ്യം ലേഡീസ് പോട്ടെ, ലേഡീസ് പോട്ടെ, അതിന് ശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. തബലയിൽ മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണോ ഫുഡ്? ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലോ അല്ലേ? പിന്നെ റിഹേഴ്സലിന് സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. നാല് നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും, റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതികനുമല്ല, കലാകാരനല്ല, പിന്നെ നിങ്ങൾ ആരാ? പിച്ചക്കാരൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ. എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യും? വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച് ചെയ്യും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ ചെകുറ്റിയാൻ ഞാൻ. മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുന്നു ഞാനും വിചാരിച്ചില്ല. അനിത ഇതൊക്കെ ഒപ്പിച്ചത്. പിള്ളച്ചേട്ടൻ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ പറഞ്ഞേക്ക്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാല് പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചെക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി, നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നുള്ളത് നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതോ കല്യാണവും കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രേമാണ്. ഇപ്പൊ കുടുംബിനെ കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കിക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ? കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണ എന്തൊക്കെയാ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ. എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചും പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടായിട്ടോ. നീ ഇതെവിടെ പോയിരിക്കേ? നോക്കി, ആ ഗാനഭൂഷണങ്ങൾ കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെ ഒന്നല്ല, നല്ല ശ്രുതിയാ. മണ്ണും കട്ട. അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ?
എന്നുവെച്ചാ എന്തുവാടി ഹസ്ബൻഡ് ആരോടും പറയരുതേ പ്രേമത്തെ ജീവരഹസ്യം. ആരോടും പറയരുതേ പ്രേമത്തെ ജീവരഹസ്യം. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, പിന്നെ? എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ നിന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പരൊന്നും ഇവിടെ വേണ്ട. ഇടയ്ക്ക് എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ കോടീശ്വരനാ. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല, നിർത്താൻ എനിക്കറിയാം. ഗീതു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. പോകാൻ. ദേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കുളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? എടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണോ ആയിക്കോ. അവളുടെ സ്വത്തടിച്ചു മാറ്റുകയോ അതിന്റെ പകരം എനിക്ക് തരികയോ എന്ത് വേണം ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ, പാല്, ചക്കരെ എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം. അതാണ്ടാ ലേഡി സൈക്കോളജി. പിന്നെ കൂടുതൽ കുളമാവുന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ഏ ആ ആ ആ എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ? എന്തിനാണെന്ന് ചേട്ടൻ അറിയായിരിക്കുമല്ലോ. ഗീതുവിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അല്ല, ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട്. തീരുമാനിക്കാനും. രണ്ടാളെയും കാണാൻ പറ്റില്ല. ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് 10-11 കൊല്ലായി. ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാടശ്ശേരി തമ്പി. അയാളെ കാണിച്ചു കൊടുത്താൽ ഗവൺമെന്റിൽ നിന്ന് 50,000 രൂപ കിട്ടും. കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയില് ചാടി. കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു. ആരെയാന്നറിയോ? ഇല്ല. ഇതുപോലൊരു കഥയുമായി വന്നവനെ. കഥാപ്രസംഗക്കാരനെയാ? അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല, അധിക പ്രസംഗ. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത്. തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു, പിന്നെ വരട്ടി. അവൻ പോയില്ല, അവസാനം അവനെ കൊന്നു. എന്റെ ബ്രേക്ക് ഇട്ട് വണ്ടി വാ. പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പി അല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണേ. പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ? പിന്നെ ജയില് ചാടി. അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. പിന്നെ? ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ, തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടെ നിന്ന് വന്നേ? ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴി തെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ഈ കോങ്ങണിന്